ഹായ് എവ്രി വൺ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ തന്നെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നോക്കാം. അതായത് ഇതാണ് പ്രോബ്ലം. ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ട് പിന്നെയാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. സോ പ്രോബ്ലം പറയുന്നുണ്ട്, മിസ്റ്റർ ലക്ഷ്മൺ ഫർണിഷ് യു ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ഹിസ് ഇൻകം ആൻഡ് യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ഹിസ് tax liability for the assessment year 2024-25 under optimal tax regime as per നോർമൽ പ്രൊവിഷൻ ഓഫ് ദ ആക്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദെൻ നമുക്ക് ഐറ്റംസ് പറയുന്നുണ്ട്. സാലറി ഫോർ ദ പ്രീവിയസ് ഇയർ 1,14,000. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലിസ്റ്റഡ് സെക്യൂരിറ്റി ഗ്രോസ് എമൗണ്ട് ആണ് തന്നിട്ടുള്ളത് 3,000. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി 5,000 ഉണ്ട്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ ടേക്കൺ ടു പർച്ചേസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്, അത് 1,000. ദെൻ ഫ്രം ദ ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്തതാണ് നമ്മൾക്ക് 20,000 പറയുന്നത്. ഓക്കെ, 20,000 എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ HP ആണ് നമ്മൾക്ക് പറയുന്നത്. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 40,000 ഉണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും ഉണ്ട് 10,000. ദെൻ ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി ഗ്രോസ് ആണ് പറയുന്നത്, ഗ്രോസ് എമൗണ്ട് 4,000. ദെൻ ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് ദ മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് 7,000 പറയുന്നുണ്ട്. ദെൻ പേഴ്സണൽ അഗ്രികൾച്ചറൽ ഇൻകം പറയുന്നുണ്ട് 20,000. ദെൻ ബ്രോഡ് ഫോർവേഡ് അഗ്രികൾച്ചറൽ ലോസ് 25,000. paid insurance premium 6,500. then paid donation to national children's fund rupees 10,000. അതായത് ഈ ചിൽഡ്രൻസ് ഫണ്ട് ഒക്കെ നമ്മുടെ സെക്ഷൻസിലോട്ട് വരുന്നുണ്ട്. ലൈക്ക് നമ്മുടെ 80U to 80C to 80U എന്നുള്ളതിന്റെ രീതിയിലോട്ട് നമ്മൾക്ക് വരുന്നതാണ് ഈ നാഷണൽ ചിൽഡ്രൻ ഫണ്ട്സ്, അതേപോലെ തന്നെ മറ്റു വരുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന ഇതിത്തെ പറയുന്നതാണ്, അതായത് ഇവിടെ പറയുന്നത് ദെൻ കോൺട്രിബ്യൂഷൻ ടു അൺറിക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് 3,000 ഉണ്ട്. ദെൻ ഡെപ്പോസിറ്റ് RPF വന്നിട്ട് നമുക്കൊരു 30,000 ഉണ്ട്. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ടോട്ടൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൊണേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും പറയുന്നുണ്ടായിരുന്നു അല്ലേ. സോ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് നമ്മളുടെ കാൽക്കുലേഷൻ ടാക്സ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 2,50,000 വരെ നമുക്ക് ടാക്സ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ഡിഡക്ഷന്റെ കേസസിൽ അൺറിക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിന് നമ്മൾക്ക് ഡൊണേഷൻ അലൗഡ് അല്ല എന്നുള്ളത് കൂടിയാണ് നോക്കേണ്ടത്. ഓക്കെ, സോ ദ ഡിഡക്ഷൻ നോട്ട് അലൗഡ് ഫോർ കോൺട്രിബ്യൂഷൻ ടു അൺറിക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഡിഡക്ഷൻ നമ്മൾക്ക് പ്രോവിഡന്റ് ഫണ്ടിന് അലൗഡ് അല്ല. അതേപോലെ തന്നെ നോ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U allowed for the long term capital gain. long term capital gainsiനും നമ്മൾക്ക് ഡിഡക്ഷൻ അലൗവബിൾ അല്ല. ദെൻ അതേപോലെ തന്നെ റെസിഡൻഷ്യൽ ഇൻഡിവിജ്വൽസ് ആകുന്ന സമയത്ത് ക്യാൻ അഡ്ജസ്റ്റ് ദ എക്സംഷൻ ലിമിറ്റ് അഗെയിൻസ്റ്റ് LTGC ആണ് നമുക്ക് റെസിഡന്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ ഇതാണ് നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നത്. ഓക്കെ, സോ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് എന്താണ്, നമ്മുടെ ഇൻകം ഫ്രം സാലറി, HP ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ആണല്ലോ. ആദ്യം വരുന്നത് ഇൻകം ഫ്രം സാലറി ആണ്. ഇൻകം ഫ്രം സാലറിയിൽ നമ്മുടെ പ്രീവിയസ് ഇയർ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 1,14,000 പറയുന്നുണ്ട്. ദെൻ ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത് 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിങ്ങൾക്ക് അറിയാലോ. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാക്സബിൾ സാലറി 64,000 ആണ് വരുന്നത്. ദെൻ ഇൻകം ഫ്രം HP നമ്മൾക്ക് പറയുന്നുണ്ട് ഗ്രോസ് എമൗണ്ടഡ് ആയിട്ടുള്ള 20,000 പറയുന്നുണ്ട്, അത് എഴുതുക. ദെൻ ക്യാപിറ്റൽ ഗെയിൻ ആണ് നമ്മൾക്ക് വരുന്നത്. ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾക്ക് 40,000 പറയുന്നുണ്ട്, അത് എഴുതുക. അതിന്റെ ഡിഡക്ഷൻസോ കാര്യങ്ങളോ ഒന്നും അലവബിൾ അല്ല എന്നാണ് നമ്മൾ ഇതിന്റെ മുന്നിൽ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെ 40,000 ആണ് വരുന്നത്. ദെൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന്റെ ലോസ് ആയിട്ടാണ് നമുക്ക് പറയുന്നത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന്റെ ലോസ് ആണ് 10,000. സോ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ 30,000 നമ്മൾ കാണിക്കാനായിട്ട്. ഓക്കെ, സോ ആ എമൗണ്ട് നമുക്ക് കിട്ടി. ദെൻ നമ്മളുടെ ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് നമ്മുടെ മറ്റുള്ള കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതിൽ നമ്മുടെ എഴുതുന്നതാണ് ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി എന്നുള്ളത് നമ്മുടെ അതർ സോഴ്സസ് ആണ്. അതേപോലെ തന്നെ ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ളത് അതർ സോഴ്സസിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ആണ്. സെക്യൂരിറ്റിയിൽ നമ്മൾക്ക് ലിസ്റ്റേഡ് സെക്യൂരിറ്റിയും ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ടുള്ള രണ്ടെണ്ണമാണ് നമ്മൾക്ക് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റിയിൽ ലിസ്റ്റേഡ് സെക്യൂരിറ്റി 3,000 നമ്മൾ എഴുതി. ദെൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ട് നമ്മൾക്ക് 5,000. അതിൽ നിന്നാണ് നമ്മളുടെ ഇൻട്രസ്റ്റ് പേ ചെയ്ത് നമ്മൾ ലെസ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ സെക്യൂരിറ്റീസിന് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ ടേക്കൺ ടു പർച്ചേസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. സോ ആ 1,000 rupees നമ്മൾ ഈ 5,000 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 4,000 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ,
സോ അങ്ങനെ ഇത് മൊത്തം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 18,000 ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇൻകം ഫ്രം അതർ സോഴ്സസ് കിട്ടി. അപ്പോൾ 64,000, 20,000, 30,000 ദെൻ 18,000 ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ ടോട്ടൽ ഇൻകം നമ്മൾക്ക് കിട്ടുന്നത്. ദെൻ ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് നമ്മളുടെ ബാലൻസ് വരുന്ന നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ ചെയ്യേണ്ടതാണ് നമ്മളുടെ RPFയുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അണ്ടർ സെക്ഷൻ 80C ബേസിസിലാണ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, RPFയുടെ കാൽക്കുലേഷൻ അണ്ടർ സെക്ഷൻ 80Cയിലാണ് നമ്മൾക്ക് വരുന്നത്. സോ അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. 30,000 ആണ് നമ്മൾക്ക് RPFയിലുള്ള ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻഷുറൻസ് പ്രീമിയം 6,500 എന്ന് നമുക്ക് പറയുന്നുണ്ട്. ആ 6,500 നമ്മൾ അവിടെ തന്നെ എഴുതുക. ഓക്കെ, ദെൻ നമ്മൾക്ക് വരുന്നത് ഇത് നമ്മൾ പ്ലസ് ചെയ്യുന്ന സമയത്ത് 36,500. ദെൻ 80G 100% ഓഫ് ഡൊണേഷൻ ആണ് NCFന് പോകുന്നത്. അതായത് നമ്മുടെ 80Gയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയുന്നുണ്ട്, അതായത് 50% ആണെങ്കിൽ ഇത്ര ലിമിറ്റ്, അതേപോലെ തന്നെ 100% വരുമ്പോൾ ഇത്ര ലിമിറ്റ് എന്ന് നമ്മൾക്ക് ലിമിറ്റ് പറയുന്നുണ്ട്. ആ ലിമിറ്റ് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ 80Gയുടെ കാൽക്കുലേഷൻ NCFന് എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് അറിയേണ്ടത്. ഓക്കെ, ഇതിൽ 10,000 ആണ്. 10,000 ഇവിടെ ഫുള്ളി ടാക്സബിൾ ആയിട്ടാണ് വരുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ഇൻകം അങ്ങനത്തെ കാൽക്കുലേഷൻസ് 80C to 80U കഴിഞ്ഞു. അപ്പോൾ 80,500 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതാണ് നമ്മളുടെ കമ്പ്യൂട്ടേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അഗ്രികൾച്ചറൽ ഇൻകത്തിൽ പേഴ്സണൽ അഗ്രികൾച്ചറൽ ഇൻകം നമുക്കൊരു 20,000 പറയുന്നുണ്ട്. ആ 20,000 എഴുതുക. ദെൻ അതിന് ശേഷം വരുന്നതാണ് അഗ്രികൾച്ചറിൽ വരുന്ന ലോസ് ഒരു 25,000 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ലോസ് ഒരു 25,000 ലോസ് വരുന്നുണ്ട്. അതും കൂടി നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് നെറ്റ് അഗ്രികൾച്ചറൽ ലോസ് ആയിട്ട് 5,000 ആണ് വരുന്നത്. സോ അങ്ങനെ നമ്മളുടെ 85,500 ആണ് നമുക്ക് ടോട്ടൽ ഇൻകം ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിൽ ടാക്സ് ലയബിലിറ്റി നോക്കുകയാണെങ്കിൽ നില്ലാണ്. ബിക്കോസ് 2,50,000 വരെയാണ് നമ്മൾ നില്ല് എന്ന് പറയണ്ടായിരുന്നു അല്ലേ. 2,50,000 വരെ നില്ലാണ്. പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് എത്രയാണ്? 85,400 ആണ്. അപ്പൊ 85,500 ആണ്. അപ്പൊ നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് നില്ലായിട്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രോബ്ലം തരികയാണെങ്കിൽ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ.